പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിനെയും കൊണ്ട് അവർ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നയനയും കനകയും വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റിയാന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയും വലിയൊരു അപകടത്തിൽ നിന്നാണ് ഇവളെ രക്ഷിച്ചുകൊണ്ട് വരുന്നത്, കുറേ ഗുണ്ടകൾ അവളെ ഇങ്ങനെ ചേർന്ന് പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ ആരാ അതിൻ്റെ പിന്നിൽ എന്നൊക്കെ കനക ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അനി പറയുന്നുണ്ടായിരുന്നു അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ തന്നെയായിരിക്കും ഇതിന് പിന്നിൽ. കാരണം നന്ദു ഇങ്ങനെ അവളെ ഇങ്ങനെ അടിച്ചും തൊഴിച്ചൊക്കെ ഇട്ടിരുന്നല്ലോ, അതിൻ്റെ ദേഷ്യം തീർത്തതാവും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നയന പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ അവളാണെന്ന് നമുക്ക് അങ്ങ് ഉറപ്പിക്കാൻ പറ്റില്ല, നന്ദുവിന് ഒരുപാട് ശത്രുക്കളുണ്ട്, നന്ദു മുൻപേ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ നടന്ന് അടിയൊക്കെ ഉണ്ടാക്കിയതാണ്, അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് ശരിയാ മോനേന്ന് കനകയും പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു അനി പറഞ്ഞതിലും കാര്യമുണ്ട്, അനാമിക നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയൊന്നല്ല, ഇപ്പം അമ്മയുടെ ആശുപത്രിവാസവും ആ വീട്ടിൽ നടന്ന പല കാര്യങ്ങളിലും അവൾക്ക് പങ്കുണ്ടെന്ന് ഉറപ്പ് തന്നെയാണെന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അവളിനി നമ്മുടെ വീട്ടിൽ വേണമെന്നൊക്കെ ഇങ്ങനെ അനി ആദർശിനോട് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ നീ പറയരുത്, നീ അവളെ സ്നേഹിക്കണം, അവളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവളുടെ സ്വഭാവം മാറ്റിയെടുക്കണം എന്നൊക്കെയാണ് കേട്ടോ ആദർശ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ പിശാചിൻ്റെ മനസ്സുമായിട്ട് നടക്കുന്ന അവളുടെ സ്വഭാവം മാറ്റാനൊന്നും എനിക്ക് പറ്റില്ല, എന്നെ ഇങ്ങനെ എല്ലാവരും കൂടെ റിസ്ക് എടുപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അതിന് ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു അവനെ വെറുതെ ഇങ്ങനെ ചൂട് പിടിപ്പിക്കേണ്ട ആദർശേട്ടാന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ അവനെ ഇങ്ങനെ ചൂട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു ഡിവോഴ്സ് നടക്കും, അതെന്തായാലും ഉണ്ടാവാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ സത്യം അറിയാമായിരുന്നല്ലോ, നിങ്ങളിങ്ങനെ കല്യാണത്തിന് മുന്നെങ്കിലും എന്നെ അത് അറിയിക്കണമായിരുന്നു. ഇനിയിപ്പോൾ അതുപോലെ തന്നെ അനി നന്ദും തമ്മിൽ ഒന്നിച്ചില്ലെങ്കിലും അനാമിക അവൻ്റെ ജീവിതത്തിലേക്ക് വരാതെ ഞാൻ മുളയിലേ നുള്ളിയേനെ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ആദർശനാണെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായമാണ് ഇട്ടുള്ളത്. എന്നിട്ട് പിന്നെ നയന നന്ദുവിനെയും കൊണ്ട് അകത്തേക്ക് അങ്ങ് പോകുന്ന സമയത്ത് കനയ്ക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ് കേട്ടോ, ആ ജ്യോത്സ്യം പറഞ്ഞത് സത്യമാവുമോ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനോട് ചോദിക്കുകയാണ്. അപ്പോൾ അത് സത്യമാവാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ടെന്ന് ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കനക പറയും ആ ജ്യോത്സ്യരെ അത്രയും തറപ്പിച്ചാണ് പറഞ്ഞത്, ആ പയ്യൻ്റെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞാലും അവൻ നമ്മുടെ മോളുടെ അടുത്ത് തന്നെ കറങ്ങി തിരിഞ്ഞ് എത്തും എന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും അതിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ടെന്ന് ഗോവിന്ദനും പറയാണ് കേട്ടോ. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു കനകേനെയാണെങ്കിലും. അപ്പോൾ കനകയ്ക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ്. പിന്നീട് അനാമികയാണെങ്കിലും വേണുവിനെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, നന്ദു രക്ഷപ്പെട്ടതിൽ അച്ഛനെ കൊണ്ട് ഒന്നിനും പറ്റില്ല, ഇപ്പോൾ അച്ഛന് ആ പഴയ കഴിവ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണുവിനോട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ അവളിങ്ങനെ മരിച്ചത് ആഘോഷിക്കാൻ വേണ്ടി കാത്തിരുന്നത് ഇപ്പോൾ ഇത് അവൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ അല്ലേ അവളെ പറഞ്ഞു വിട്ടത്, എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അവർ പൈസയും വാങ്ങിച്ചെടുത്തല്ലോ, എൻ്റെ സ്വർണ്ണം ഇല്ലാത്ത സ്വർണ്ണം വിറ്റിട്ടല്ലേ ഇങ്ങനെ പൈസ കൊടുത്തത് എന്നൊക്കെ പറയേ, എന്നിട്ട് ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യത്തിലാണ്. അപ്പോൾ വേണു പറയുന്നുണ്ടായിരുന്നു ഇനിയും നമുക്ക് നല്ല അവസരം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അനാമികനെ ആശ്വസിപ്പിക്കാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ അനാമികയാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടാവുന്നില്ല, ഇനി ഏത് അവസരം കിട്ടാനാ, ഇതിലും നല്ല അവസരം വേറെ ഇനി കിട്ടാനില്ല എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ അകലാൻ വേണ്ടിയിട്ട് ചെയ്തത്, ഇപ്പോൾ അവർ തമ്മിൽ അടുക്കുന്ന അവസ്ഥയാണല്ലോ, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ മോളുടെ കഴുത്തിൽ കെട്ടിയിട്ടുള്ള ആ താലിക്ക് വലിയ ബലമൊന്നും കാണില്ല എന്ന് പറയണം. അപ്പോൾ അനാമിക പറയും അതിനല്ലെങ്കിൽ ഒരു ബലമില്ല, ഇപ്പോൾ ഇങ്ങനെ താലി കെട്ടാത്തവനെ പോലെ തന്നെയാണ് അവൻ ആ വീട്ടിൽ കഴിയുന്നതെന്നൊക്കെ പറയട്ടോ, ഞാൻ ആ ബെഡ്റൂമിലുണ്ട് എന്നുള്ളൊരു ചിന്ത പോലും അവനില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ വേണുവാണെങ്കിലും അനാമികേനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്തായാലും മോള് അവളുടെ മുന്നിൽ ചെന്നൊന്നും നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് കേട്ടോ. അപ്പം അനാമികയാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നേ. അനാമികയാണെങ്കിലും ഇങ്ങനെ നന്ദുവിൻ്റെ മരണം ആഘോഷിക്കാൻ വേണ്ടി നിന്നതാണല്ലോ, ഇതിപ്പോൾ അതൊന്നും നടന്നില്ല, അപ്പം അതിൻ്റെ ദേഷ്യം എന്തായാലും അനാമിക വേണുവിനോട് തീർക്കുന്നുണ്ടായിരുന്നു. ഈ സംഭവം കൂടെ അനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അനി എന്തായാലും അനാമികനെ വെറുക്കുമല്ലോ, അപ്പോൾ ആ കാര്യങ്ങളും കൂടെ പറയുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അനിക്ക് എന്നോടുള്ള ദേഷ്യം കൂടുകയേ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ദേഷ്യത്തിലാണ് കേട്ടോ അനാമികയാണെങ്കിലും. പിന്നീട് ദേവയാനിയാണെങ്കിലും ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ്, നൈനമോള് നമ്മുടെ വീടിന് വേണ്ടിയിട്ട് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ദേവയാനീനെ ഇങ്ങനെ അമ്മായിയമ്മയായിട്ടല്ല കണ്ടത്, ഇങ്ങനെ സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് കണ്ടത് എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് അവിടേക്ക് വരുന്നുണ്ടായിരുന്നേ. ആദർശ് ദേവയാനിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ആത്മാഭിമാനം അന്തസ്സൊക്കെ ഉണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ദേവയാനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അപ്പം നീ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അമ്മ വിളിക്കാതെ നയന ഇങ്ങോട്ട് വരില്ല എന്നാണ് പറയുന്നത്, അമ്മ ഒന്ന് അവളെ വിളിച്ച് വരാൻ പറഞ്ഞാൽ മതി, ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നോളാം, എന്നാൽ അവൾ വരും എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയാണ് എന്നാൽ പിന്നെ അവൾ ഇങ്ങോട്ട് വരില്ല, അവിടെ തന്നെ നിന്നോട്ടെ, നീ എന്തായാലും അവൾക്ക് നല്ല ഒരു വീട് എടുത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അവൾ എന്നും അവിടെ നിന്നോട്ടെ എന്നൊക്കെയാണ് കേട്ടോ ദേവയാനി പറയുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ എന്തിനാ അമ്മയെ വെറുതെ വാശി, ഇതൊക്കെ ഒരു ജീവിതമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ.
അപ്പോൾ ആ സമയത്താണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം എന്നൊക്കെ ആദർശ് പറയുമ്പോൾ അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അപ്പം നിൻ്റെ കയ്യിൽ ഞാനൊരു ചെക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതുവരെ അവർ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല, അത് നീ എന്താ അന്വേഷിക്കാതിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശ് പെട്ടെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു, അതിന് ഞാൻ പറഞ്ഞല്ലോ അമ്മേനോട് അവർ നാട്ടിലില്ലാന്ന്, അതുകൊണ്ടായിരിക്കും എന്ന് പറയുകയാണ്. എന്നാൽ പിന്നെ അവരുടെ അക്കൗണ്ട് നമ്പർ വാങ്ങിയിട്ട് ഇങ്ങനെ അവരുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ ട്രാൻസ്ഫർ ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു അതൊന്നും അവർക്ക് ഇഷ്ടാവില്ല എന്ന് പറയട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ എനിക്ക് ആ പെൺകുട്ടീനെ കണ്ടേ തീരുള്ളൂ എന്നൊക്കെ ദേവയാനി പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഡോക്ടർ പറഞ്ഞത് പ്രത്യേകം പറഞ്ഞതല്ലേ, എൻ്റെ സന്തോഷമാണ് ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ടതെന്ന്, എനിക്കിപ്പോൾ ആ പെൺകുട്ടീനെ കാണുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം, അതെന്തായാലും നടത്തി തരണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും ആകെ സങ്കടത്തിലായി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എന്തായാലും ഇങ്ങനെ ഞാൻ എന്തായാലും ആ കുട്ടിയുടെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയൂ കേട്ടോ. എന്നാൽ പിന്നെ ഇപ്പം തന്നെ വിളിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ദേവയാനി ആണെങ്കിലും അപ്പോഴും അവിടെ തന്നെ നിന്നിട്ട് വിളിക്കാൻ പറയുകയാണ്. അപ്പോൾ ആദർശാണെങ്കിലും ഫോൺ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്നെ തന്നെ ഞാൻ എങ്ങനെ വിളിക്കുന്നതെന്നൊക്കെ ഓർത്തുകൊണ്ടാണ് കേട്ടോ ഫോൺ എടുക്കുന്നത്. എന്തായാലും ഫോണിൽ ഡയൽ ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പറയും ഇങ്ങനെ ഔട്ട് ഓഫ് കവറേജ് ആണെന്ന് പറയുന്ന സമയത്തും ദേവയാനിക്ക് ഭയങ്കര സംശയമാണ് കേട്ടോ. ഇനി ജീവിതകാലം മുഴുവൻ അത് ഔട്ട് ഓഫ് കവറേജ് ആയിരിക്കുമോ എന്നൊക്കെ പറയും. അപ്പോൾ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ അവർ വിളിച്ചിട്ട് കിട്ടായിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോകുന്ന സമയത്തും ദേവയാനി ഇങ്ങനെ നേരത്തെ ആദർശിനോട് സംസാരിച്ച സമയത്ത് ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, അതെന്തായാലും ഞാൻ കണ്ടുപിടിക്കുന്നത് ദേവയാനി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു. ദേവയാനിക്ക് പല സംശയങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആദർശാണെങ്കിൽ നേരെ അനിയുടെ അടുത്തേക്കാണ് കേട്ടോ വരുന്നത്. അനിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ദേവയാനിയും ഭയങ്കര വാശിയിലാണല്ലോ, നയനിയും ഭയങ്കര വാശിയിലാണ്, അമ്മ വിളിക്കാതെ നയന എന്തായാലും തിരിച്ചു വരില്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നവ്യാണെങ്കിലും അതിനെ ഇങ്ങനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ സത്യങ്ങൾ തുറന്ന് പറയേണ്ടി വരുമോ ഏട്ടാന്നൊക്കെ ഇങ്ങനെ അനി ചോദിക്കുകയാണ്. അപ്പോൾ വേണ്ടി വന്നാൽ അത് പറയേണ്ടി വരും എന്ന് പറയുകയാണ്. അപ്പോൾ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവളാണെങ്കിലും വാശിയാണ്, അമ്മായി വിളിക്കാതെ ഇങ്ങോട്ട് വരില്ല എന്നുള്ളത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നിവൃത്തിയില്ലെങ്കിൽ പറഞ്ഞല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാം. അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, അമ്മ ഇപ്പോഴും ആ പെൺകുട്ടീനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അമ്മയുടെ സംശയം നയനയിലേക്ക് പോയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ദേവയാനി പെട്ടെന്ന് തന്നെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പനി പറയും എന്താ വല്യമ്മ എന്ന് പറയുന്ന സമയത്ത് ആദർശ് ആ സംസാരം അവിടെ നിർത്തുകയാണ്. പിന്നെ ഇങ്ങനെ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഇവിടെ വലിയൊരു ഗൂഢാലോചന എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയും ഒന്നുമില്ല എന്ന് പറയട്ടെ. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു നയനേനെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യമാണ് പറയുന്നത് എന്ന് പറയുന്ന സമയത്ത് ദേവയാനി ചോദിക്കുകയാണ് അവൾക്ക് എന്താ കയ്യും കാലും ഇല്ലേ ഇങ്ങോട്ട് വരാനെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മായി ഇങ്ങനെ വരാൻ പറയാതെ അവൾ ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് വാശിയിലാണെന്ന് പറയുമ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഏട്ടനാണെങ്കിലും നല്ല ആഗ്രഹമുണ്ട് ഏട്ടത്തി ഇവിടെ വേണമെന്ന്, അതുകൊണ്ടാണെന്ന് ഇങ്ങനെ പറയൂട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവൻ വിളിച്ചുകൊണ്ട് വരട്ടെ അവളെ, ഞാനത് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്തിനാ അമ്മ അങ്ങനെ ഒരു വാശി, ഇങ്ങനെ അമ്മ വിളിക്കാതെ അവൾ ഇങ്ങോട്ട് വരില്ല എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ നിനക്ക് എന്തായാലും ചിലപ്പോൾ നിൻ്റെ ഭാര്യയുടെ മുന്നിൽ അമ്മ അങ്ങനെ താഴ്ന്നു കൊടുക്കണം എന്ന് കാണും, പക്ഷേ അമ്മമാർക്കൊന്നും ഇങ്ങനെ ആഗ്രഹം കാണില്ല എന്ന് പറയൂട്ടോ. അപ്പോൾ എന്തായാലും ദേവയാനി നയനയുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കില്ല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. പിന്നീട് എന്തായാലും ആദർശാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ആ സംസാരം അവിടെ നിർത്തുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അമ്മ വാന്ന് പറഞ്ഞിട്ട് ദേവയാനിനെ അവിടെ നിന്ന് കൂട്ടി കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ ദേവയാനി എന്തായാലും നയനേനെ വിളിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അനീനോട് ഇങ്ങനെ അനാമികേനെ വിളിച്ചുകൊണ്ട് വരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നവ്യ. അപ്പോൾ ഞാൻ എന്തിനാണ് അവളെ വിളിച്ചുകൊണ്ട് വരുന്നത്, ഏട്ടനാണെങ്കിൽ ഏട്ടത്തിനെ വിളിച്ചുകൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നത്, ഏട്ടനെ സ്നേഹിക്കുന്ന ഭാര്യയാണ് ഏട്ടത്തി, അതുകൊണ്ടാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ അമ്മായിയമ്മ കുറേ താഴ്ന്നു കൊടുക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അനി അവിടുന്ന് ദേഷ്യത്തിൽ അങ്ങ് പോവേ. പിന്നീട് മുത്തശ്ശനും ഡോക്ടറും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനോട് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു സാറിൻ്റെ കാര്യത്തിൽ വലിയ അത്ഭുതമാണ് സംഭവിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മുത്തശ്ശൻ്റെ രോഗം അങ്ങനെ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മുത്തശ്ശനെ അറിയിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പിന്നീട് പറയുന്നുണ്ടായിരുന്നു ഇതെന്തായാലും തൽക്കാലം വീട്ടിൽ ആരും അറിയണ്ട എന്ന് പറയൂട്ടോ. അപ്പോൾ രോഗമുള്ള കാരണവന്മാർ കൂടുതൽ പേടിക്കുന്നുണ്ട് അവിടെ ഉള്ളവർ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറയുകയാണ്. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അങ്ങനെ എല്ലാവരും അല്ല, എനിക്കിങ്ങനെ രോഗം മാറരുത് എന്ന് ആഗ്രഹിക്കുന്നവരും പെട്ടെന്ന് ഇങ്ങനെ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും അവിടെ ഉണ്ട്. അതിങ്ങനെ സ്വത്ത് ഭാഗം വയ്ക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷേ എൻ്റെ രോഗം പൂർണ്ണമായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്തായാലും തൽക്കാലം ഇപ്പോൾ അവരങ്ങനെ സന്തോഷിക്കേണ്ട, തൽക്കാലം നമ്മൾ രണ്ടുപേരും ഇത് അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് കേട്ടോ.
അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഡോക്ടറോട് പറയുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ഒരിടത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് സമയം സംസാരിക്കുകയൊക്കെ ചെയ്യാം, അത് അങ്ങനെ അധികം വൈകിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടറും അതിന് ഭയങ്കര സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ ഈ കാര്യം ആരോടും പറയണ്ട എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് വേണേലും ചെയ്തോളാം, എനിക്കതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് ഡോക്ടറും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീട്ടിലുള്ള ആരെയും അറിയിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രോഗം മാറിയ കാര്യം വീട്ടിലുള്ളവർ ആരും അറിയാനും പോകുന്നില്ല. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും അതൊക്കെ പറഞ്ഞ് അവിടുന്ന് അങ്ങ് തിരിച്ചു പോരുകയാണ്. ഈ സമയം മുത്തശ്ശിക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഡോക്ടറെ അടുത്ത് പോയതാണല്ലോ മുത്തശ്ശനാണെങ്കിലും, അപ്പോൾ അങ്ങനെ മുത്തശ്ശനെ കാണാനില്ലാത്തതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ്. ജയനോട് പറയുന്നുണ്ടായിരുന്നു ഡോക്ടറെ ഒന്ന് വിളിച്ച് നോക്കുക, എനിക്കിങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അച്ഛൻ പോയിട്ടല്ലേ ഉള്ളൂ, ഇങ്ങോട്ട് വരും എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ്റെ വണ്ടി അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവേനി പറയും എന്താ അച്ഛൻ വന്നല്ലോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ആകാംക്ഷയാണ് കേട്ടോ എന്തായി എന്ന് അറിയാനുള്ള. അപ്പോൾ അവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്തായി കാര്യങ്ങൾ എന്ന് ചോദിക്കും. അപ്പോൾ വലിയ മാറ്റമൊന്നുമില്ല, രോഗത്തിന് എൻ്റെ ശരീരം അങ്ങ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് അത് അവിടെ തന്നെ ഉണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ഒരു മാറ്റം ഇല്ല എന്നിങ്ങനെ ജയൻ ചോദിക്കുകയാണ്. അപ്പോൾ ഒരു മാറ്റം ഇല്ല എന്ന് പറയട്ടോ. അപ്പോൾ ജയനാണെങ്കിലും ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കാര്യമായിട്ടും ഇങ്ങനെ മല ചവിട്ടിയത് ഇങ്ങനെ അച്ഛൻ്റെ അസുഖം ഇങ്ങനെ മാറാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ആദ്യത്തെ കാര്യം അത് തന്നെയായിരുന്നു, അത് തന്നെയാണ് അയ്യപ്പസ്വാമിനോട് പ്രാർത്ഥിച്ചതും. പിന്നെ രണ്ടാമത് ഇങ്ങനെ ഇയാളും ഇങ്ങനെ നൈനിയും തമ്മിലുള്ള പിണക്കും ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്, ഇതിപ്പോൾ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതിനിങ്ങനെ വീട്ടിലുള്ളവരുടെ മനസ്സും കൂടെ ശരിയാവണം, വീട്ടിലുള്ളവരുടെ മനസ്സൊന്നും ശുദ്ധമല്ല, ആദ്യം ഇങ്ങനെ വീട്ടിലുള്ളവർ പരസ്പരം ഇങ്ങനെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക എന്നൊക്കെ പറയും കേട്ടോ. എന്നാലേ ഇങ്ങനെ അസുഖമൊക്കെ മാറുള്ളൂ എന്നും പറയുന്നുണ്ടായിരുന്നു, വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറുള്ളൂ എന്ന് പറയാം. പിന്നെ മുത്തശ്ശനാണെങ്കിലും പറയാണ് ഇപ്പം മരുന്നൊക്കെ കൃത്യസമയത്ത് കഴിക്കുന്നുണ്ടെങ്കിലും നൈനമോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എന്തോ ഒരു വിഷമം പോലെ ഇങ്ങനെ മരുന്നൊന്നും ഇങ്ങനെ ശരീരത്തിനോട് പ്രതികരിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയട്ടെ. മുത്തശ്ശനെ അങ്ങനെ പറയുന്ന സമയത്തും ഇങ്ങനെ ജലജ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നേ ഇങ്ങനെ ഇനിയിപ്പോൾ അവളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരാനുള്ള ഇങ്ങനെ കിളവൻ്റെ അടുത്ത അടവാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ മുത്തശ്ശൻ്റെ രോഗം മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ദേവയാനിക്കും ജയനൊക്കെ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ദേവയാനിയാണെങ്കിലും ഒന്നും പറയുന്നൊന്നുമില്ല. പിന്നെ നൈനിയാണല്ലോ മുത്തശ്ശൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്, അതൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശൻ. പിന്നെ അതുപോലെ തന്നെ മുത്തശ്ശിയാണെങ്കിലും നൈനമോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പൂജാമുറിയിൽ ഇങ്ങനെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഞാൻ ഇടയ്ക്കൊക്കെ ചെന്ന് ഇങ്ങനെ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയാലായി, അല്ലാതെ മറ്റാർക്കും ദേവയാനി നൈനമോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നേ അതുകൊണ്ട് പൂജാമുറിയിൽ ഇപ്പോൾ ശരിക്കും വിളക്ക് പോലും വയ്ക്കാൻ ആരും ഇങ്ങനെ താല്പര്യം കാണിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുടുംബദേവതകൾ പിന്നെ എങ്ങനെയാണ് കടാക്ഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ നൈനയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്ന സമയത്താണെങ്കിലും ജയനാണെങ്കിലും ഇങ്ങനെ നൈനയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നേ. അച്ഛനും അമ്മയും ഇങ്ങനെ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നൈനമോൾ ഇവിടെ വേണമെന്ന്, പക്ഷേ ഇയാളുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് അവരിങ്ങനെ അത് നേരിട്ട് പറയാത്തതാണെന്നൊക്കെ പറയുമ്പോൾ ജലജ പറയാണ് ഇതൊക്കെ അച്ഛൻ്റെ അടവാണ്, നൈനനെ വിളിച്ചുകൊണ്ടുവരാണ് ഞാൻ തോന്നിയെന്ന് പറയുന്ന സമയത്ത് മിണ്ടരുത് നീ, അച്ഛൻ അങ്ങനെയൊന്നും വെറുതെ ഒരു കാര്യം പറയാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ നൈന ഇവിടെ വേണമെന്ന് നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ പറയും, അത് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുകയാണ് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനിയാണെങ്കിലും അതന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ അവിടെയാണ് ദേവയാനിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.